അപ്പം ഇന്ന് വെള്ളിയാഴ്ച ഒരു 3-4 ദിവസത്തിന് ശേഷം നമ്മൾ കടപ്പുറത്തേക്ക് വന്നാണ് കേട്ടോ. കടലിൻ്റെ അവിടെ വല്ലവരും മീൻ പിടിക്കുന്നവരുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്നപ്പോൾ കണ്ട അവസ്ഥയാണ് കണ്ടത്. കണ്ട കടലടിച്ച് പൊളിക്കണ്. ഗംഭീര തിരമാലകളാണ്. അടുക്കാൻ പറ്റില്ല, കല്ലിൻ്റെ പുറത്ത് പോലും നിൽക്കാൻ പറ്റില്ല. അവിടെ നിന്ന് നമ്മൾ നനക്കും, അത്ര തിരയാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, നമ്മളെ ചാകര സമയത്ത് നമ്മൾ ഇവിടുന്ന് കുറച്ച് ദൂരം കണ്ട് ഇറങ്ങിപ്പോയിട്ടായിരുന്നു കടലുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഈ കല്ലിന് മുകളിലൂടെ ഇറങ്ങിയിട്ട് അങ്ങനെ നടന്ന് പോയിട്ട് കുറേ ദൂരം പോയിട്ടാണ് നമ്മളിവിടെ വീശിയിരുന്നത് കേട്ടോ. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് കാണുന്നത്. കേട്ടോ, കംപ്ലീറ്റ് കല്ല് പൊന്തി. ഇത് നമുക്കിവിടെ വീശാൻ പറ്റൊന്നുമില്ല, കാരണം ഇറക്കിലുള്ളത്, അതായത് നമ്മളന്ന് മണ്ണിൽ ഇറങ്ങിപ്പോയിരുന്ന സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ കല്ലാണ് കംപ്ലീറ്റ്. ചൂണ്ടിടാൻ പോലും പറ്റില്ല, ആ നിലക്കാണ്. ഇതുപോലെ ഈ കിടക്കണ കല്ല് പോലെ മുമ്പിട്ട കല്ലുകളൊക്കെ അവിടെ കിടക്കുകയാണ്. എല്ലാ കല്ല് മുകളിലേക്ക് വന്ന് മണ്ണ് കംപ്ലീറ്റ് കടലിൽ കൊണ്ടുപോയി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അഞ്ചങ്ങാടി വളവ്, അവിടെ അവരിപ്പോൾ കല്ല് കെട്ടിയിട്ട് ഉഷാറാക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതും കൂടി ഒന്ന് പോയി നോക്കണം. വേണ്ട, തിരമാലകൾ ആർത്തിറമ്പി വരണി കാണുന്നു. മീനുണ്ടെങ്കിപ്പോ കാണാൻ പറ്റില്ല. ആർക്കാണ് കംപ്ലീറ്റ് വലയുടെ മുകളിൽ കൂടി അല്ല പോണേ. പക്ഷെ കണ്ണിക്കൊണ്ടതൊക്കെ അതിലുണ്ടാവൂലേ, വലിയ പലപ്പല്ല ബ്ലോക്ക് ചെയ്തില്ലേ. പക്ഷെ ഇത് വള്ളക്കാരാണ് ഒരെണ്ണം ചൂരില്ലല്ലേ. വള്ളങ്ങളാണ്ടാ പോണത്, ഒരു വള്ളവും 2 ഡിങ്കി. വടക്കോട്ട് വെച്ച് പിടിക്കുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം മീനുണ്ട്, പക്ഷെ അവര് കണ്ടിട്ടുണ്ടാവില്ല. നമ്മുടെ അഞ്ചങ്ങാടി വളവണ്ടേക്കാണ് ഇതണ്ട. ഇവിടെ ഒക്കെ കംപ്ലീറ്റ് ഇത് ആ റോഡ് വരെ പൊളിഞ്ഞിട്ടുണ്ടായിരുന്നാണ്. അപ്പോൾ അത് ഫുള്ള് കല്ലിട്ട് കെട്ടി സെറ്റാക്കിയിട്ടുണ്ട്. നല്ല എന്താ പറയുക, നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇവർ കല്ല് കെട്ടിയിട്ടുണ്ട്. ഒരു സൈഡ് കല്ല് പതിച്ച് അത്യാവശ്യം നല്ല ഉയരത്തിൽ തന്നെ ഇവർ കല്ലിട്ട് കെട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ കടല് തകർക്കണ്. ഇതാണ് നമ്മളാ ബിൽഡിങ് കേട്ടോ. ഈ ബിൽഡിങ്ങിൻ്റെ അടിത്തട്ട് വരെയാണ് അന്ന് തിര കയറിയിരുന്നത്. മൊത്തം തുറന്നു കൊണ്ടുപോയതൊക്കെ നല്ല ഉഷാറായിട്ട് കെട്ടിയിരുന്നു. കഴിഞ്ഞ ആഴ്ചകളുടെ ഇവിടെ പണി നടന്നുകൊണ്ടിരുന്നതന്നെ, പക്ഷെ നമ്മളത് നോക്കിയിട്ടുണ്ടായില്ല. ഇവിടെ കുഴിച്ചിട്ട് മണ്ണ് കുഴിച്ച് സെറ്റാക്കിയിട്ട് നല്ല അടിയിലേക്ക് കല്ലൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ കെട്ടിയിട്ടുള്ളത്. നമ്മൾ ആ ഒരു ഇതൊന്നും അങ്ങനെ കാണിച്ചിട്ടുണ്ടായില്ല. ഇനിയും ഇതേപോലെ തന്നെ ഈ സ്ഥലങ്ങളുണ്ട് വടക്കോട്ട്. ഇനി ഇതുപോലെ ഒരുപാട് ഭാഗങ്ങൾ കടലിൽ കരയിലേക്ക് ഇഷ്ടംപോലെ മീൻ വരുന്നുണ്ട്, പക്ഷെ ഒരു രക്ഷയില്ല. കടലിൽ ഇങ്ങനെ കല്ലിതുള്ളി നിൽക്കുമ്പോൾ നമുക്ക് വല വീശാനോ ഒന്നിനും പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണ്ട. ഓക്കെ, ബൈ ബൈ.